വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഞാൻ ചെമ്മീൻ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ബീൻസ്, പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ വളർന്നിട്ട് ഇതിങ്ങനെ പൂ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ എക്സ്ട്രാ ഒന്ന് വീഡിയോയിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി കൂടിയ ബസ്മതി റൈസൊക്കെ കിട്ടുമെങ്കിൽ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി കൂടിയ റൈസാണെങ്കിൽ ഫ്രൈഡ് റൈസ് കാണാൻ നല്ല രസമുണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ അരി നല്ലോണം വെള്ളത്തിൽ കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം പിന്നെ അരി നല്ലോണം കഴുകി അതിൻ്റെ പിന്നെ സ്റ്റാർച്ച് ആ വൈറ്റ് കളറൊക്കെ മാറുന്നത് വരെ നല്ലോണം കഴുകി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് ഓയിലും ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. വെളിച്ചെണ്ണ ആ ഒരു പിന്നെ രസം ഉണ്ടായില്ല ഫ്രൈഡ് റൈസിന്. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 95% ഒക്കെ കുക്കായി കിട്ടിയാൽ മതി. അരി ഇങ്ങനെ വെന്തുടഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം. നല്ല ലോങ്ങായി വന്ന് പിന്നെ അരി കുക്കായ ടൈമിൽ തന്നെ ഇത് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ചെറിയ ചെമ്മീനാണ്. വലിയ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തലയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള തലയാണെങ്കിൽ നമ്മൾ തല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അരി ഊറ്റിയതിന് ശേഷം തല മാറ്റി കളഞ്ഞാൽ മതി. പിന്നെ നല്ല അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചി കൂടും പിന്നെ റൈസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ഒരു 5-6 ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൈസൊക്കെ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഒട്ടും പിന്നെ പൊടിഞ്ഞു പോവാതെ നല്ല ലോങ്ങായി അരി നല്ല കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് ഞാൻ മാറ്റി വയ്ക്കാൻ ചെയ്യുന്നത് ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ ഇത്ര വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈഡ് റൈസിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയായി, റൈസ് റെഡിയായി. ഇനി ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം വെജിറ്റബിൾസൊക്കെ ചെമ്മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഗാർലിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം. നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു പിന്നെ മസാലയായിരിക്കും. അപ്പോൾ കുറച്ച് ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ്. ഇത് വേണമെങ്കിൽ ബട്ടറിലും ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ചെമ്മീനും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ സോയാ സോസ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയും അതൊക്കെ നോക്കി വേണം സോയാ സോസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുളി നല്ലോണം വേണമെങ്കിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, എരിവ് അതൊക്കെ കൂടെ നോക്കിയിട്ട് വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മസാലയൊക്കെ റെഡിയായി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കൂടെ പിന്നെ എരിവും പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ സോയാ സോസും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾ ആവശ്യത്തിനുള്ള എരിവും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. സോയാ സോസ് കുറച്ചധികം വേണം. ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് സോയാ സോസിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് നല്ല ഒരു രുചി കൊടുക്കുന്നത്. അപ്പോൾ സോയാ സോസ് ഇങ്ങനെ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 6-7 സ്പൂണൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇത് എല്ലാം റെഡിയായി, മസാലയും റൈസൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ സ്ട്രീറ്റിലൊക്കെ കാണുന്നത് പോലെ ഒന്ന് ഒരു പാനിലേക്ക് ഇട്ടിട്ട് റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കിയ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ഇളക്കി ഫ്രൈഡ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. ചെമ്മീൻ വെച്ച് ഉണ്ടാക്കിയോണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ഫ്ലേവർഫുള്ള് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെന്താ, ഇതുപോലത്തെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ. ഈ റെസിപ്പി എല്ലാവരും ഫോളോ ആക്കണം. എന്നിട്ട് എൻ്റെ ഉമ്മൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നല്ല ദിവസം ആയിക്കോട്ടെ. അല്ലാതെ നിങ്ങളെ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.